മക്കളെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ 10 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സാർ എടുത്തിട്ടുള്ളതാണ്. അതോടൊപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സസൈസും കൂടിയാണ്. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സാറ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒരു എയറോപ്ലെയിൻ്റെ പൊസിഷനാണ് ഈ കാണുന്നത്. ഈ എയറോപ്ലെയിൻ 10 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്തതാണ് AC എന്ന ഡിസ്റ്റൻസ്. നമുക്ക് ടൈമുണ്ട്. നമ്മോട് ചോദിച്ചിരിക്കുന്നത് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈം 10 സെക്കൻഡാണ്. അപ്പം നമുക്ക് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിൽ കാണണമെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് കാണണം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ BD അല്ലെങ്കിൽ Y എന്ന ഡിസ്റ്റൻസ് കണ്ടിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ബൈ 10 സെക്കൻഡ് കൊടുത്താൽ നമുക്ക് സ്പീഡ് കിട്ടും. അപ്പോൾ നമുക്ക് ടൈം തന്നിട്ടുണ്ട്. എയിൽ നിന്നും എയറോപ്ലെയിൻ സിയിൽ പോകാനുള്ള ടൈം 10 സെക്കൻഡും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്പീഡ് കാണണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം കാണണം. അപ്പോൾ അതിനു വേണ്ടി ഡിസ്റ്റൻസ് BD കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സാർ ആദ്യം പറയാൻ കാരണം നമുക്കൊരു കൺഫ്യൂഷൻ വരാതെ ക്വസ്റ്റ്യൻ വായിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമേ അതിൻ്റെ മീനിങ് പറഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് മാത്രം കണ്ടാൽ മതി. ഇത് ക്വസ്റ്റ്യൻ വായിക്കാം. ആൻ എയറോപ്ലെയിൻ ഫ്ലൈയിങ് ഹൊറിസോണ്ടലി, ഇവിടുന്ന് അത് ഹൊറിസോണ്ടലായിട്ട് ഫ്ലൈ ചെയ്യുവാണ്. 1 കിലോമീറ്റർ എബവ് ദ ഗ്രൗണ്ട്. എയറോപ്ലെയിൻ BA, അതായത് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. ഈസ് ഒബ്സേർവ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. ഇവിടെ നിൽക്കുന്ന എയറോപ്ലെയിനിനെ 60 ഡിഗ്രി ആംഗിൾ, ഇത് 60 ഡിഗ്രിയിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. ആഫ്റ്റർ 10 സെക്കൻഡ്സ്, 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് എലിവേഷൻ ഈസ് 30 ഡിഗ്രി. ഇവിടെ എത്തി, 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി, എലിവേഷൻ 30 ആണ്. ഫൈൻഡ് ദി സ്പീഡ് ഓഫ് ദി എയറോപ്ലെയിൻ ഇൻ കിലോമീറ്റർ പെർ അവർ. അപ്പം ഇവിടെ സെക്കൻഡിലാണ് ടൈം തന്നത്. അപ്പം ഡിസ്റ്റൻസ് മീറ്ററിൽ കണ്ടിട്ട്, മീറ്റർ പെർ സെക്കൻഡ് കണ്ടിട്ട് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് സാർ ലാസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് മീറ്ററിൽ കാണുക. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് AC ആണ്, അതായത് BD ആണ്. അപ്പോൾ BDY കണ്ടാൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. EB എന്ന ഡിസ്റ്റൻസിന് X എന്ന് കൊടുത്തു, BDക്ക് Y എന്ന് കൊടുത്തു. ഇത് 1000 ആണെങ്കിൽ തീർച്ചയായിട്ടും എയറോപ്ലെയിൻ ഇങ്ങനെയാണ് പറക്കുന്നത്. C എന്ന പോയിന്റിലും ഗ്രൗണ്ടിൽ നിന്ന് 1000 മീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് സെയിം ആയിരിക്കും. നമുക്കിനി 2 ഇക്വേഷനും എടുക്കാം. ആദ്യമേ നമുക്ക് 60 എടുക്കാം. tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് പെർപെൻഡിക്കുലർ ബൈ ബേസ്. അപ്പോൾ tan 60 ഈക്വൽ ടു 1000 ബൈ X എന്ന് കിട്ടി. tan 60യുടെ വാല്യൂ √3 ആണ്. √3 1000 ബൈ X ആണെങ്കിൽ X 1000 ബൈ √3. അപ്പോൾ ആദ്യം നമ്മൾ X കണ്ടുപിടിച്ചു. എന്തിനു വേണ്ടിയാ? നമ്മുടെ അടുത്ത ഇക്വേഷനകത്ത് Xൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ Y കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത് 30 എടുക്കുമ്പോഴോ tan 30 ഈസ് ഈക്വൽ ടു CD ബൈ ED. അപ്പം നമുക്ക് 1000 ബൈ X പ്ലസ് Y എന്ന് വരും. tan 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. അപ്പം നമുക്ക് പറയാം 1/√3 1000 ബൈ X പ്ലസ് Y ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം X പ്ലസ് Y 1000√3 ആണ്. Xൻ്റെ വാല്യൂ 1000 ബൈ √3. നമ്മളിത് Xൻ്റെ വാല്യൂ 1000 ബൈ √3 കൊടുത്താൽ നമുക്കിത് ഇങ്ങനെ കിട്ടി. അപ്പോൾ അവിടുന്ന് Y കണ്ടുപിടിക്കാം. നമുക്ക് 2 സ്ഥലത്തും √3 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താലോ? 2 സ്ഥലത്തും √3 മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂവിന് മാറ്റമില്ല. അപ്പം നമുക്ക് 1000 പ്ലസ് √3y ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 3 എന്ന് വരും. √3 ഇൻറ്റു √3 3 ആണ്. അപ്പം 1000 ഇൻറ്റു 3 3000 വരും. ദെയർഫോർ √3y എന്ന് പറയണത് 1000 ഇപ്പുറത്ത് വരുമ്പം 3000 മൈനസ് 1000 2000 വന്നു.
അപ്പോൾ y ഈസ് ഈക്വൽ ടു 2000/√3. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടി, ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് BD എന്ന് പറഞ്ഞാൽ AC തന്നെയാണ്. അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് 2000/√3 എന്ന് കിട്ടി. ഇവിടെ ടൈം തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് 2000/√3 മീറ്റർ ആണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മളിത് ഇത് മീറ്ററിലാണ്, കിലോമീറ്റർ 1 കിലോമീറ്ററിനെ 1000 മീറ്റർ എന്നാക്കി. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് 2000/√3 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പം 2000/√3 ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ഇൻറ്റു 1/10 എന്ന് വരും. ഈ 0 ക്യാൻസൽ ആകുമ്പോൾ 200/√3 എന്ന് വരും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √3 മൾട്ടിപ്ലൈ ചെയ്താൽ 200√3/3. അപ്പോൾ ഡിസ്റ്റൻസ് y കിട്ടി. ഡിസ്റ്റൻസ് അല്ല, നമുക്ക് ടൈമാണ് കിട്ടി, സ്പീഡാണ് കിട്ടിയത്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം 200√3/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കുന്നത് എങ്ങനെയാണ്? നമ്മളോട് ചോദിച്ചത് കിലോമീറ്റർ പെർ അവറിലേക്ക് സ്പീഡ് കാണണം. നമ്മളെല്ലാവരും ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3ഉം 18ഉം 6 ആയി. ഈ 5ഉം 200ഉം 40 ആയി. അപ്പോൾ ഇവിടെ നമുക്ക് 6 × 40 240. 240√3 കിലോമീറ്റർ പെർ അവർ ഈസ് ദി ആൻസർ. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത പ്രോബ്ലം നമുക്ക് അത്യാവശ്യം ഒരു വലിയ പ്രോബ്ലമായിട്ട് തോന്നിയെങ്കിലും നമ്മൾ ആ സ്റ്റെപ്പ് വളരെ ഈസി ആയിട്ട്, അതെങ്ങനെ ഈസി ആക്കിയത്? സാർ എങ്ങനെ അത് ഈസി ആക്കി തന്നേ? ആദ്യമേ തന്നെ ഇവിടെ 10 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ സ്പീഡെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ സ്പീഡ് കാണാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ടൈം 10 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ആ ഡിസ്റ്റൻസ് മീറ്ററിൽ കിട്ടിയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് നമുക്ക് സ്പീഡ് കിട്ടിയത്. പക്ഷേ കിലോമീറ്റർ പെർ അവറിൽ കാണാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 240√3 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. നമുക്കിതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ സിമ്പിളാക്കിയിട്ട് ഒത്തിരി സിമ്പിളാക്കി തരണമെങ്കിൽ, പരീക്ഷയ്ക്ക് നമുക്കങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി പ്രാക്ടീസ് വേണം. അപ്പോൾ സാറിൻ്റെ വാട്സപ്പിൽ വിളിച്ചാൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് ഉണ്ട്. അവർ നമുക്ക് കൂടുതൽ പ്രാക്ടീസ് തരും. 1-to-1 ട്യൂഷൻസിലൂടെ നല്ല പ്രാക്ടീസ് തരും. സാർ ഇപ്പോൾ ഈ ചെയ്ത പ്രോബ്ലംസ് കാണിച്ചു തന്നുകൊണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, അത് മക്കൾ കണ്ടു കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നീട് PDF ക്വസ്റ്റ്യൻസും നോട്ട്സും അയച്ചു തരും, മോക്ക് ടെസ്റ്റുകൾ തരും. അപ്പോൾ സാറിനെ വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് മക്കളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.